നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ലഹരി കേസിൽ പോലീസിന് തിരിച്ചടി. ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചുവെന്ന് പരിശോധനയിൽ തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കേസ് നിലനിൽക്കുമോ എന്നതിൽ പോലും പോലീസിന് ഇപ്പോൾ സംശയമുണ്ട്. എന്തായാലും അവർ നിയമോപദേശം തേടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. SKN കഴിഞ്ഞ ഏപ്രിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. സ്വകാര്യ ഹോട്ടലിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയതൊക്കെ അന്ന് വലിയ വിവാദമാവുകയും ചെയ്തതാണ്. അന്ന് അവിടെ പരിശോധന നടത്തിയെന്നുണ്ടെങ്കിലും മറ്റ് ലഹരി വസ്തുക്കളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഡാൻസാഫിന് ഒരു രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധനയ്ക്ക് എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി മൂന്നാമത്തെ നിലയിൽ നിന്ന് താഴത്തേക്ക് ചാടി രക്ഷപ്പെടാനൊക്കെ ശ്രമിച്ചത്. ഇതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുന്നതിനായി വിളിപ്പിച്ചത്. ഇങ്ങനെ ചോദ്യം ചെയ്യുകയും അതിന് 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിൽ താൻ ലഹരി ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് ഷൈൻ ടോം ചാക്കോ സമ്മതിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേസെടുത്തത്. അന്ന് പരിശോധനയ്ക്കായി മുടിയും നഖവും ഉൾപ്പെടെ ശേഖരിക്കുകയും അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. ഈ പരിശോധനാ ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് നടന് അനുകൂലമാണ്. പോലീസിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഫോറൻസിക് പരിശോധനയിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ട്. അപ്പോൾ ഇനി ഈ കേസ് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളതിൽ പോലീസ് നിയമോപദേശം തേടും എന്നുള്ളതുമാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. അന്ന് തന്നെ ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. അതിൽ പോലീസിനെ സംബന്ധിച്ചൊരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. ഈ ഷൈൻ ടോം ചാക്കോയെയും സുഹൃത്തിനെയും ഒരുപോലെയാണ് അന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ഈ ചോദ്യം ചെയ്തതിന് ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. ഇപ്പോൾ അതിന്റെ പരിശോധനാ ഫലമാണ് വന്നിരിക്കുന്നത്.